കേരള രാഷ്ട്രീയത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന സാന്നിധ്യമായിരിക്കും NDAയുടെ MLA മാർ കേരള നിയമസഭയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ള ചിലരുടെ ലക്ഷ്യമാണ് ഇക്കാര്യങ്ങളൊക്കെ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ, വളരെ നല്ല ഭൂരിപക്ഷത്തിൽ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരം പിടിച്ചതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷയാണ് കേരളത്തിലെമ്പാടും അവർ വച്ചു പുലർത്തുന്നത്. ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ വോട്ടിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംഘം പണം നൽകി എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെ തൃശ്ശൂരിൽ കിറ്റ് വിവാദം ഉൾപ്പെടെ ഉയർന്നു വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ BJPയുടെ വോട്ടിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് തൊട്ട് മുൻപിലുള്ള സെൻറ്റ് ജോസഫ് സ്കൂളിന് മുൻപിലാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ മേയർ VV രാജേഷ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കേരളത്തിന് മുഴുവൻ വലിയ പ്രതീക്ഷയാണുള്ളത്. ഏറ്റവും വിധി നിർണ്ണയിക്കാൻ പോകുന്ന തരത്തിലുള്ള സാന്നിധ്യമായിരിക്കും, കേരള രാഷ്ട്രീയത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന സാന്നിധ്യമായിരിക്കും NDAയുടെ MLA മാർ കേരള നിയമസഭയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. LDFനും UDFനും തന്നെ നല്ലൊരു യാത്രയപ്പ് നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ്. MLA-മാരെയാണ് പ്രതീക്ഷ. വൈകുന്നേരം കണക്കൊക്കെ എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യങ്ങൾ പറയും. ചില വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്, പാലക്കാട് ഉൾപ്പെടെ. അതുകൂടാതെ കിറ്റ് വിവാദം, ഇത് ബാധിക്കുമോ, എങ്ങനെയാണ്? BJPക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നത്. കാരണം തെറ്റായ വിവാദങ്ങൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ള ചിലരുടെ ലക്ഷ്യമാണ് ഇക്കാര്യങ്ങളൊക്കെ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും BJPയുടെ ഇലക്ഷൻ ലക്ഷ്യത്തെ ബാധിക്കുകയില്ല. ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിന് ഇത് ബാധിക്കുമോ? നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ, വളരെ നല്ല ഭൂരിപക്ഷത്തിൽ. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടി ഒരു വയോധികയ്ക്ക് പണം കൊടുത്തു, അതായത് 5000 രൂപ കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ BJPയുടെ വോട്ടിനെ ബാധിക്കില്ല എന്നാണ് മേയർ VV രാജേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.